ഹലോ ഗൈസ്, ഞാനിത്ര ധൃതിപ്പെട്ടിട്ട് ക്യാമറയും കൊണ്ട് ഓടിപ്പോകുന്നത് എങ്ങടാന്ന് കാണണ്ടേ? ഇവരുടെ അടുത്തേക്ക്. ഇവരുടെ കയ്യിൽ നിന്ന് ഒരു പ്ലേറ്റ് നൂഡിൽസും ചിക്കൻ ബിരിയാണിയൊക്കെ മേടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ കളികളൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലം ഓർത്ത് പോയിട്ടോ. അപ്പോൾ ഇവരോട് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചാലോ? അതല്ലേ നിങ്ങൾ കവറിലാക്കി വെച്ചിരിക്കുന്നത്? കവറല്ല, അപ്പോൾ ഈ പ്ലേറ്റില് നൂഡിൽസും ചിക്കൻ കറിയത് എനിക്കൊരു പ്ലേറ്റ് തായോ. ഒരു പ്ലേറ്റിന് എത്രയാടാ? ഒരു പ്ലേറ്റിന് 2 രൂപ. നന്നായിണ്ട് കേട്ടാ. അവൻ ചിരിച്ചു. 10 രൂപയാ? 10 രൂപയാടാ? 10 രൂപ ഇങ്ങതായോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരമെങ്കിലും ഞാനിപ്പോൾ ഇവരോട് പുറത്തു പോയി എന്തെങ്കിലും കളി കളിക്കാനായിട്ട് പറയും. അത് മണ്ണിലായാലും ശരി വെള്ളത്തിലായാലും ശരി ഓടിയിട്ട് കളിക്കായാലും കുഴപ്പമില്ല, അവർ നന്നായി കളിക്കട്ടെ എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുള്ളൂ. കാരണം കുറച്ച് നാളുകളായിട്ട് എൻ്റെ മക്കൾക്ക് ഒരു അഡിക്ഷൻ പോലെയായിരുന്നു ഈ TV കാണലും മൊബൈൽ കാണലൊക്കെ. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കുറച്ച് ടൈമൊക്കെ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നല്ലാണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അപ്പം തന്നെ ഓഫ് ചെയ്യും. അപ്പോൾ ഇവരുടെ ഈ കളികളൊക്കെ കാണുമ്പോൾ ശരിക്കും രസകരമായിട്ടിപ്പോൾ തോന്നും. പണ്ട് നമ്മൾ കളിച്ചിരുന്ന കുറേ കളികളൊക്കെ ഇവരിപ്പോൾ ഓർത്തോർത്ത് ഓരോ കളികൾ ആലോചിച്ച് ചെയ്യണ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരു കളി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പണ്ട് നമ്മൾ ഈ ചിരട്ടയൊക്കെ വെച്ചിട്ടാണ് ഇതേപോലെ കേക്കുകളും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അവിടെ ചിരട്ടയും സംഭവങ്ങളൊന്നും കാണാണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ ഈ ഒരു ബക്കറ്റ് വെച്ചിട്ട് വീടിൻ്റെ സൈഡിൽ നിന്ന് മണ്ണ് മാന്തിക്കൊണ്ടുവരുന്നു. എന്നിട്ട് ബക്കറ്റിൽ വെച്ചിട്ട് ഇതേപോലെ ഷേപ്പിലാക്കിയിട്ട് അടിപൊളി കേക്ക് ഉണ്ടാക്കുന്നു. കാണാൻ നല്ല ചന്തണ്ടല്ലേ, നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനം തല്ലിക്കെടുത്താനായിട്ട് നശിപ്പിക്കാനായിട്ട് ഒരാളുണ്ടാവും എന്ന് പറയില്ലേ, അങ്ങനെയുള്ള ഒരു കിറുക്കൻ ചെക്കനാണ് നമ്മുടെ ഈ ചിടുങ്ങ് മിക്കു. അപ്പോൾ അവനിത് കണ്ടപ്പോൾ സഹിക്കണില്ല, എങ്ങനെയെങ്കിലും പൊട്ടിക്കണം എന്ന് വെച്ചിട്ടാണ് അവൻ്റെ ആ ഒരു നിൽക്കണ നിപ്പ് കണ്ടില്ലേ. കേക്കിൻ്റെ അവിടെ വെച്ചിട്ട് അവരുടെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചപ്പോൾ ഈ ഒരു ചിടുങ്ങ് സമ്മതിക്കണേ ഇല്ല. അപ്പോൾ ഇവരുടെ സെക്കൻഡ് ഡേയിലുള്ള കേക്ക് നിർമ്മാണം കണ്ടോ? വെറൈറ്റി റൗണ്ട്, സ്ക്വയർ, അങ്ങനെ പല ഷേപ്പിലുള്ള കേക്കുകളൊക്കെ കണ്ടോ? കുറച്ച് ദിവസമൊക്കെ ഈ ഒരു കളികൾ ഉണ്ടാവുള്ളൂ, പിന്നെ പുതിയ കളികളൊക്കെ അവർ കണ്ടുവരും. നെക്സ്റ്റ് ഡേ കളിച്ച ഒരു കളിയാണ് ഈ ഒരു കളി. എൻ്റെ ആ ഒരു കുട്ടിക്കാലത്തിൻ്റെ ആ ഒരു സമയത്തൊക്കെ ഈ ഒരു കളി കളിക്കാത്ത കുട്ടികൾ വളരെയധികം കുറവുണ്ടാവുള്ളൂ. സ്ഥിരം കളിക്കുന്ന ഒരു കളിയെന്ന് വേണമെങ്കിൽ പറയാം. പാളയിൽ ഇതേപോലെ വലിച്ച് കൊണ്ടുപോകുന്ന ഒരു കളി, പാളവണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. രസകരമായിട്ടുള്ള കളികളാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും കള്ളനും പോലീസും ഒളിച്ചേ കണ്ടേ, അങ്ങനെ ഒത്തിരി കളികൾ കളിക്കുന്നുണ്ട്. പരമാവധി ഇതേപോലെയുള്ള കളികളിലോട്ടൊക്കെ ഇറക്കിപ്പിച്ച് മണ്ണിലായാലും വെള്ളത്തിലായാലും കുട്ടികൾ കളിക്കട്ടെ. പരമാവധി TV മൊബൈലൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഞാനും ഇപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.